നടക്കില്ല. എൻ്റെ സൊസൈറ്റി കുടുംബാംഗങ്ങൾ എന്തായാലും ഇങ്ങനൊരു അവസരം നമ്മുടെ അനിൽ സാറും ഷാജു സാറും അതല്ലേ നമ്മൾ സബ് സോൺ മാനേജ്, അതായത് നമ്മുടെ മേലധികാരിയാണ്. അപ്പം എന്തായാലും അവർക്ക് വലിയൊരു താങ്ക്സ് കൊടുക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് കൂടാൻ ഒരവസരം നമുക്ക് തന്നായിരിക്കും. കാരണം നമ്മൾ ഓരോ ബ്രാഞ്ചുകൾ വെച്ചുകൊണ്ട് നമ്മൾ പ്രോഗ്രാം വയ്ക്കും. പക്ഷെ എന്നാലും സബ് സോണും നോർത്ത് സോണാക്കി സൊസൈറ്റിയുടെ രണ്ട് ഭാഗമായിട്ട് തിരിച്ചപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വലിയ സ്ട്രോങ് ആയ ഒരു എന്താ പറയുക ലീഡേഴ്സ് തന്നെ പറയാം, അതിനെ നിയന്ത്രിച്ചുള്ളവരുണ്ട്. അപ്പം എന്തായാലും നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്നതിന് നന്ദി. പിന്നെ ഇങ്ങനെ സാഹചര്യം ഒരുക്കി ഇങ്ങനെ സംസാരിക്കാൻ കിട്ടിയതിൽ അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. ആദ്യമായിട്ട് ഞാൻ ദൈവത്തിനോട് നന്ദി പറയണമല്ലോ. അതിനുശേഷം ഞാൻ പറയുന്നത് എൻ്റെ സീനിയറായ ഹെൽദാസാറാണ് ഇങ്ങനെ ഒരു വഴി കാണിച്ചു തന്നുകൊണ്ട് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിലുപരി എനിക്ക് പറയാനുള്ളത് ഹെൽദാസാറിൻ്റെ മുമ്പിൽ വരണമെങ്കിലും അതിന് മുന്നിൽ നിൽക്കുന്ന ഒരു നെടുന്തൂണാണ് നമ്മുടെ ചെയർമാനായ സോയൽ സാറല്ലേ. വഴിയുണ്ടെങ്കിൽ അല്ലേ വഴി വെട്ടിത്തെളിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ സോയൽ സാറിന് പറഞ്ഞാൽ തീരാത്ത, അതായത് ദൈവത്തിനേക്കാൾ വലിയ എന്ന് പറയാൻ പറ്റില്ല, ദൈവത്തിനേക്കാൾ കാര്യം. എന്തായാലും സോയൽ സാറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ തീരാത്ത വാക്കുകൾ പറയേണ്ടി വരും. കാരണം വേറൊന്നല്ല, അതായത് ഒരു കൊടുക്കാറ്റ് വന്നാൽ അല്ലെങ്കിൽ ഒരു കപ്പലിൽ കയറിയാൽ ആ കപ്പലിൻ്റെ കപ്പിത്താനാണ് നമ്മുടെ സുരക്ഷ പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വന്നപ്പോൾ, നമ്മൾക്കിവിടെ വലിയൊരു പ്രശ്നം വന്നപ്പോൾ ഒരു മനുഷ്യൻ പോലും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാനേജ്മെന്റ് അടക്കം ഞാൻ തുറന്നു പറയുന്നു, സോയൽ സാറിൻ്റെ കൂടെ നിൽക്കാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല പറയാം. അതിനുശേഷം എല്ലാവരും ഉണ്ട്, പക്ഷെ പിന്നില്ല. പക്ഷെ ഒരു ശക്തി പകരാൻ സോയൽ സാറിൻ്റെ മുന്നിൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളെപ്പോലെ ഫീൽഡ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ശക്തിയായിട്ട് നമ്മൾ ഫീൽഡ് വർക്കേഴ്സ് അതിൻ്റെ പിന്നിൽ അനുഭവമായിരുന്നു. കാരണം ഓർമ്മല്ല, ഈ കപ്പൽ തകരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിന് എന്താ പറയാ വളരെ വലിയൊരു ശക്തിയായിട്ട് മാറി ലീഡേഴ്സിന്റെ ഒരു കൂട്ടം ആളുകൾ ആ വരുന്ന എന്താ പറയാ കൊടുങ്കാറ്റിനെ തടഞ്ഞു നിർത്തി നമുക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ സോയൽ സാറിന്റെ പിന്നിൽ ഇങ്ങനെ അണികളായിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി നമ്പർ 1 ആണെന്ന് പറയുന്നു. അതിലുള്ള നമ്മളെപ്പോലെ പ്രവർത്തകർ അതിനേക്കാൾ വലിയ ശക്തിയായിട്ട് മാറും. ഇതിന് ഏതൊരു കൊടുങ്കാറ്റ് വന്നാലും തകർക്കാൻ സാധിക്കില്ല എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടിയുള്ള ഒരു വലിയൊരു ടീമാണ് നമ്മുടെ സബ് സോണായ നമ്മൾ ഓരോരുത്തരും. നോർത്ത് സോൺ മോശം എന്താ പറയുന്നത്, പക്ഷെ ഇവിടെ വാശിയാണ് രണ്ട് ടീമായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പടി പോലും അതായത് വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒറ്റ വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ സോണൽ സബ് സോണിൻ്റെ വിങ്ങിനോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിച്ച് സൊസൈറ്റി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നു, സംസാരിക്കാൻ അവസരം കിട്ടി. ഇങ്ങനെ ഒരു എന്തായി അതായത് ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നൽകുന്നു.